പറ്റി മന്ത്രി A.K. ബാലൻ സാറിന്? നിരന്തരമായി അങ്ങ് മുസ്ലിം സമുദായത്തിന് നേരെ വർഗീയ പരാമർശങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഇടതടവില്ലാതെ മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിക്കുന്ന ഒരു തരത്തിലേക്ക് താങ്കളുടെ ചിന്തകളെയും സംസാരത്തെയും മാറ്റിമറിക്കുന്നതിൻ്റെ ചേതോവികാരം എന്താണ്? എന്താണ് മുസ്ലിം സമുദായം താങ്കളോട് ചെയ്ത തെറ്റ്? നാളിതുവരെ കേരളത്തിൻ്റെ മണ്ണിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ നോക്കാതെ പരസ്പരം സഹകരിച്ച് ജീവിച്ച, പരസ്പരം കളിച്ചും ചിരിച്ചും സൗഹൃദം പങ്കിട്ടും തൻ്റെ വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിലേത്തേത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയും നല്ല നല്ല അയൽവാസികളായും നല്ല നല്ല കൂട്ടുകാരായും നല്ല നല്ല നാട്ടുകാരായും ജീവിച്ച ഞങ്ങളെ, ഈ നാടിനെ എന്തിനാണ് വർഗീയതയുടെ വിഷവിത്തുകൾ നിരന്തരം പരാമർശിച്ചുകൊണ്ട് ആരോപിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ അങ്ങ് തേജോവധം ചെയ്യുന്നത്? എന്താണ് അങ്ങയ്ക്ക് ഇതുകൊണ്ട് ലഭിക്കാനുള്ള നേട്ടം? എന്താണ് ഈ മുസ്ലിം സമുദായം താങ്കളോടോ താങ്കളുടെ സമുദായത്തോടോ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളോടോ ചെയ്തത്? എന്ത് വർഗീയതയാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇതുവരെയായി മുസ്ലിം സമുദായം ചെയ്തു കൂട്ടിയത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏകോദര സഹോദരങ്ങളെ പോലെ സഹകരിച്ച് ജീവിക്കുന്ന ഈ പ്രസ്ഥാനത്തെ, ഈ സാഹോദര്യത്തിൽ ഊന്നി നീങ്ങുന്ന മനുഷ്യ മക്കളെ എന്തിനാണ് അങ്ങ് നിരന്തരം ഓരോ ദിവസങ്ങളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഹിന്ദുവിനെ കണ്ടാൽ മുസ്ലിമിനും, മുസ്ലിമിനെ കണ്ടാൽ ഹിന്ദുവിനും, ക്രിസ്ത്യാനിയെ കണ്ടാൽ മുസ്ലിമിനും, മുസ്ലിമിനെ കണ്ടാൽ ക്രിസ്ത്യാനിക്കും, ഇങ്ങനെ പരസ്പരം എല്ലാവർക്കും പരസ്പരം അവൻ തീവ്രവാദിയാണോ, ഇവൻ തീവ്രവാദിയാണോ, ഇവൻ വർഗീയവൽക്കരിക്കപ്പെടുന്നവനാണോ എന്ന ചിന്തയിലേക്ക് മനുഷ്യരുടെ മനസ്സിനെ താങ്കൾ എന്തിന് ഇങ്ങനെ വിഭാഗീയ ചിന്തകളിലേക്ക് കൊണ്ടുപോകണം? ഇതുകൊണ്ട് താങ്കൾക്ക് എന്തു ലഭിക്കാനാണ്? താങ്കൾ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി പഠിക്കുകയാണോ? അല്ല, താങ്കൾ സംഘ് പരിവാരത്തിന്റെ അവർ പഠിച്ച സ്കൂളുകളുടെ ഹെഡ് മാസ്റ്റർ ആവുകയാണോ? കേരളത്തിന്റെ മണ്ണിൽ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിളനിലമായ ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് വർഗീയ വിഷവിത്തിന്റെ മരുന്നടിക്കാരനായി മാറുകയാണോ താങ്കൾ? താങ്കൾ പുതിയ കൃഷിയിടം ഇവിടെ കിളച്ചു മറിക്കാനുള്ള പ്രവണതയിലാണോ? താങ്കൾ ഗീബൽസിന്റെ പണിയാണോ എടുക്കുന്നത്? 1000 തവണ ഒരു കളവ് ആവർത്തിച്ചാൽ അത് സത്യമായി തീരുമെന്ന ഗീബൽസിയൻ സിദ്ധാന്തം താങ്കളുടെ തലയിൽ ഏറിയോ? ഈ സമുദായത്തെ എന്തിന് താങ്കൾ ഭിന്നിപ്പിച്ചു ഭരിക്കാനുള്ള ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകണം? എന്താണ് താങ്കൾക്ക് ഇതുകൊണ്ട് ലഭിക്കാനുള്ളത്? താങ്കൾ ഇന്ന് ഉതിർത്തുവിടുന്ന ഓരോ വർഗീയ പരാമർശങ്ങളും ആഴമേറിയ കിണറിലേക്ക്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് ഒരു ചെറിയ കല്ലെറിയുന്നത് പോലെയാണ് ബാലൻ. താങ്കൾ അത് മനസ്സിലാക്കണം. ആ ഒരു ചെറിയ കല്ല് ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലേക്കിട്ടാൽ അത് പതിയെ അതിന്റെ ഓളം കിണറിന്റെ അങ്ങേയറ്റം വരെ എവിടെയൊക്കെ ജലം നിലനിൽക്കുന്നുണ്ടോ ആ സ്ഥലങ്ങൾ വരെ മുഴുവനും ഇതിന്റെ അലയൊലി നിർത്താതെ അതിന്റെ അവസാന ഘട്ടം വരെ എത്തിച്ചേരും. ഇത് താങ്കൾ ചിന്തിക്കണം. താങ്കൾ ഇപ്പോൾ ഉതിർത്തുവിടുന്ന ഓരോ വർഗീയ പരാമർശങ്ങളും, ഓരോ കളവുകളും ഓരോ മനസ്സുകളിലേക്കും പതിയെ വരികയാണ്. ഓരോ മനസ്സിലും ഇത്തരം ചിന്തകളിലേക്ക് കുടിയേറുകയാണ്. പരസ്പരം സംശയിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. സൗഹൃദങ്ങളെ താങ്കൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ മനസ്സുകൾ വിടർന്നു പോകും. വർഗീയതയുടെ അതിരുകൾ വരച്ചു പോകും. അവൻ മുസ്ലിമെങ്കിൽ അവനോട് സഹകരിക്കേണ്ടതില്ലെന്ന ഒരു ചിന്ത മറ്റുള്ളവരിൽ വന്നേക്കാം, നേരെ തിരിച്ചും വന്നേക്കാം. താങ്കൾ നോക്കൂ, ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്, അവിടുത്തെ ജീവിതം എന്താണെന്ന് നോക്കൂ. വിദ്യാഭ്യാസമില്ല, ഭക്ഷണമില്ല, പാർപ്പിടമില്ല, ആരോഗ്യ മേഖലകൾ ഇല്ല.
ഇത്രയും വർഗീയ വിഷം മാത്രം മനുഷ്യന്റെ മനസ്സിലേക്ക് കുത്തിത്തിരുകി മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് താങ്കൾ മാറരുത് ബാലേട്ട. ഇതൊരപേക്ഷയാണ്. ഞങ്ങൾക്കൊരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞങ്ങൾക്കൊരുപാട് സൗഹൃദങ്ങളുണ്ട്. ഈ സൗഹൃദങ്ങളെ ഞങ്ങളൊന്ന് പരിപാലിച്ചോട്ടെ, ഞങ്ങളൊന്ന് പരസ്പരം കണ്ടോട്ടെ, ഞങ്ങളൊന്ന് പരസ്പരം ചിരിച്ചോട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് ഹൈന്ദവനാണെങ്കിലും അത് ക്രിസ്ത്യനാണെങ്കിലും അത് മുസ്ലിം ആണെങ്കിലും പരസ്പരം പേര് വിളിച്ച് മതം ചോദിക്കാതെ മനുഷ്യനായി ജീവിച്ചോട്ടെ. എന്നാൽ അവനവന്റെ മതം, അവനവന്റെ വിശ്വാസം അത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യട്ടെ. അപ്പോഴല്ലേ ബാലേട്ട സൗഹൃദം വിടരുക? അപ്പോഴല്ലേ മനോഹരമായ ഒരു കേരളത്തെ പടുത്തുയർത്താൻ കഴിയുക? ഇവിടെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇവിടെ എന്ത് വർഗീയതയാണ് ഉണ്ടാക്കിയത്? മുസ്ലിം ലീഗ് പ്രസ്ഥാനം ആരെയാണ് വർഗീയമായി ചേരിതിരിച്ചത്? പെരിന്തൽമണ്ണയിലെ അമ്പലത്തിന് ഒരു പ്രശ്നം വന്നപ്പോ അവിടെ ഒരു സമുദായ സ്പർദ്ധയുണ്ടാകരുതെന്ന് കരുതി ആ അമ്പലത്തിലേക്ക് നേരിട്ട് ചെന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത് തെറ്റാണോ ബാലേട്ട? ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി ഒരു വിഷയങ്ങളും ഉണ്ടാകാൻ സമ്മതിക്കാതെ വിടവ് നൽകാതെ ഈ സമൂഹത്തെ ഒത്തൊരുമയോടുകൂടി ഒന്നിച്ചു നിർത്തി ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിച്ചു നിർത്താൻ ശ്രമിച്ചതാണോ ഈ പ്രസ്ഥാനം ചെയ്ത തെറ്റ്? അതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പ്രിയപ്പെട്ട ബാലേട്ട, താങ്കൾ ഗീബൽസിന്റെ പണിയെടുക്കരുത്. ഈ ഗീബൽസിന്റെ പണിയെടുത്താൽ പിന്നീട് ഈ നാട് നശിച്ചു പോകും. മനുഷ്യർ തമ്മിലടിക്കും. മനുഷ്യർക്ക് സമാധാനപരമായി ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ നാട് മാറിപ്പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ബാലേട്ട, ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ മതസ്പർദ്ധയുണ്ടാക്കുന്നവരല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും നാട്ടുകാരോടും മറ്റു മതസ്ഥരായ എല്ലാവരോടും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന പാവപ്പെട്ടവരാണ് ഞങ്ങൾ. ദയവ് ചെയ്ത് അങ്ങ് ഈ പണിയെടുക്കരുത്. കാരണം ബാലേട്ട, കുറഞ്ഞ കാലം കൂടിയല്ലേ ഉള്ളൂ. നമ്മളൊക്കെ ഇത്ര ജീവിച്ചില്ലേ? ഈ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചില്ലേ? ഇനിയുള്ള ആളുകൾ ഇത്തിരി സൗഹൃദത്തോടു കൂടി ജീവിച്ചോട്ടെ. നാം ബാക്കി വെച്ചു പോകുന്ന അടയാളങ്ങൾ ബാലേട്ട മതനിരപേക്ഷതയുടേതാവട്ടെ. താങ്കൾ നാളെ വിളിച്ചേക്കാം, താങ്കൾക്കൊരു പേര് വന്നേക്കാം. ഈ കേരളത്തിന്റെ സൗഹാർദ്ദത്തിനു നേരെ ഈ സൗഹാർദ്ദത്തിന് ഒറ്റിക്കൊടുത്ത ഒറ്റുകാരൻ എന്ന പേര് താങ്കൾക്ക് വന്നു പോകും ബാലേട്ട. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരപേക്ഷയാണ്, ഈ വർഗീയ പരാമർശം നിർത്തണം താങ്കൾ. ഈ വർഗീയ പരാമർശം ഇനി ഈ സമുദായത്തിന്റെ പേരിൽ താങ്കൾ ഉന്നയിക്കരുത്. ഇതൊരപേക്ഷയാണ്.